രാഹുലെ, ഇന്ന് രാഹുൽ ഗാന്ധി ആലപ്പുഴയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദിയിൽ മറ്റേത് സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുന്നേയും ജി സുധാകരൻ വന്നിരിപ്പുണ്ട്. എന്താണ് ഈ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പറയുമ്പോൾ നമുക്ക് അമ്പലപ്പുഴ പറയാതെ പോകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറ്റുന്ന അല്ലെങ്കിൽ കേരളത്തിലൊരു തുടർഭരണം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ടാളുകൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആദ്യം പ്രതിഫലിക്കുന്ന ഒന്ന് രണ്ട് ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കൊല്ലം, ആലപ്പുഴ എന്ന് തുടങ്ങിയ തെക്കുള്ള ഈ 2-3 ജില്ലകളാണ് യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത് എന്ന് ആദ്യം കൃത്യമായിട്ടൊരു സൂചന തരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിലും CPM-ന് ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ജി സുധാകരനാണെങ്കിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയാണ്. അതായത് കൊല്ലം ജില്ലയിൽ ഐഷ പോറ്റി, ആലപ്പുഴയിൽ ജി സുധാകരൻ. അങ്ങനെ ഓരോ മണ്ഡലത്തിലും കൃത്യമായിട്ട് ഓരോ ജില്ലയിലും ഓരോ നേതാക്കന്മാരെ കൊണ്ടുവരാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴ, ജി സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴ മണ്ഡലം എടുക്കുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് എച്ച് സലാമാണ്. എച്ച് സലാം അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് CPM ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാണെങ്കിൽ അവിടെ CPM ജി സുധാകരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള വലിയ പണികളുമായിട്ടാണ് അവിടുത്തെ CPM ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വീട് കയറി, നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ വീട്ടിൽ കയറി വോട്ട് ചോദിച്ച് വോട്ട് ഉറപ്പാക്കി ഇറങ്ങി പോകുന്നൊരു ശൈലിയുണ്ട്. CPM-ന്റെ ഏറ്റവും വലിയ ശൈലി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 50-100 ഒക്കെ വോട്ടിനായിരിക്കും വിജയിക്കുന്നത്. അതുകൊണ്ട് ഓരോ വോട്ടും അത്രയും വിലപ്പെട്ടതായതുകൊണ്ട് ഒരു വീട്ടിൽ കയറി ചെന്ന് അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ച് സത്യമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവസാനമായിരിക്കും അവർ ഇറങ്ങിപ്പോകുന്നത്. ആ വോട്ട് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അതേപോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് CPM ഇപ്പോൾ അമ്പലപ്പുഴയിൽ. കാരണം ജി സുധാകരൻ വിജയിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു തോൽവിയായിരിക്കും. കേരളത്തിലെ ഭരണം പിടിച്ചു കഴിഞ്ഞാലും ജി സുധാകരൻ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും ജി സുധാകരൻ. ഏറ്റവും വലിയ അടി അത് തന്നെയാണ് അതിന്റെ ഭാഷ. ഏറ്റവും വലിയ അടിയാണ് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ്. അപ്പോൾ അമ്പലപ്പുഴയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരു ഇടതുപക്ഷ മണ്ണ് തന്നെയാണ്. 2021 അതായത് 2021 മത്സരിക്കുന്ന സാഹചര്യത്തിൽ എച്ച് സലാമിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 61,365 വോട്ടുകളാണ്. അവിടെ ലിജു ആയിരുന്നു സ്ഥാനാർത്ഥി. അതെ, ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. ലിജുവിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 50,240 വോട്ടുകളാണ്. ഏകദേശം 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ അതെ എച്ച് സലാം ജയിക്കുന്നത്. പക്ഷെ അവിടെ 2016 വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജി സുധാകരനായിരുന്നു അന്നത്തെ MLA. ജി സുധാകരൻ അന്ന് വിജയിച്ച വോട്ട് എന്ന് പറയുന്നത് 63,069 വോട്ടുകളാണ്. അവിടെ അന്ന് ജനതാദളായിരുന്നു. ജനതാദളിന് അന്ന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 40,448 വോട്ടുകളാണ്. ഏകദേശം 10-23,000 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം അവിടെ 2016 ജി സുധാകരൻ കിട്ടി. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അത് 10,000 കുറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നൊരു വലിയ ചോദ്യമുണ്ട്. അല്ല, അതിന് സുധാകരന്റെ മേൽ അന്വേഷണമൊക്കെ വന്നിരുന്നു. ഒരു പാർട്ടി അന്വേഷണ കമ്മീഷനൊക്കെ. അതെ, കരീമൊക്കെയാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയത്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലൊക്കെ BJP ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP ശക്തമായിട്ടൊരു മുന്നേറ്റം നടത്തുമ്പോൾ അത് ആർക്കായിരിക്കും ഏറ്റവും കൂടുതലും ദോഷം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം അവിടെ. അതെ, സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു വോട്ട് ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് 10-22,000 വോട്ടുകളുണ്ട്. ആ 22,000 വോട്ടുകൾ ഒരു 10-28,000-30,000 വോട്ടുകളിലേക്ക് വരികയാണെങ്കിൽ വിജയ് ആരാണ് എന്ന് തന്നെ പറയുന്നത് വലിയൊരു ആശങ്ക ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ആലപ്പുഴ ജില്ലയിൽ തന്നെ, ആലപ്പുഴ ജില്ല നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചത് KC വേണുഗോപാലും രണ്ടാമത് വന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ആരിഫായിരുന്നു മത്സരിച്ചത്. 3-ാം സ്ഥാനത്തേക്ക് പോയി ആരിഫ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലപ്പുഴ ജില്ലയിൽ വലിയൊരു മുന്നേറ്റം വരും. ഒരു 10-12% വോട്ടിന്റെ
ഡിഫറൻസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ BJP ഉയർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴയിലും അത് പ്രതിഫലിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് CPM-ന്റെ വോട്ടുകളാണ്, അതായത് CPM-ന് പാരമ്പര്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന വോട്ടുകളുണ്ട്. അതായത് രാവിലെ അവിടുത്തെ SNDP വോട്ടാണ് പോകുന്നത്. പാരമ്പര്യമായി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് BJP-യിലേക്ക് പോകും. അത് SNDP NSS വോട്ടുകൾ സ്വാഭാവികമായിട്ടും അതെ, അവിടെ നമുക്കറിയാവുന്നതുപോലെ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ വളരെ കുറവാണ് ചില മണ്ഡലങ്ങളിൽ. അല്ല, അതേ ഉള്ളൂ. അത് മാത്രമല്ല രാവിലെ, അതായത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളോടൊരു പ്രീണനം എന്നൊരു സ്വഭാവം LDF-നുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് ഇവർ ന്യൂനപക്ഷങ്ങളെ വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ നേരെ തിരിച്ച് ഭൂരിപക്ഷത്തോടൊരു സ്നേഹം കാണിക്കാനായിട്ട് പോയി. അപ്പോൾ അത് നേരെ തിരിച്ചാണ് ഈ ലോക്സഭയിൽ പിന്നെ വരുന്നത്. നിയമസഭ കഴിഞ്ഞ് 2024 ലോക്സഭ വന്നപ്പോൾ അത് നേരെ തിരിച്ചു. അതുകൊണ്ടാണ് 3-ാം സ്ഥാനത്ത് ആരിഫ് പോയത്. കണ്ടില്ല, ആരിഫ് 3-ാം സ്ഥാനത്ത് പോയി. ഏറ്റവും വലിയ നാണക്കേട് ആലപ്പുഴയിൽ ഉണ്ടായത്. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ BJP ഉണ്ടാകുന്ന വോട്ട് എന്ന് പറയുന്നപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന 22,000 വോട്ടുകളാണ്. ആ 22,000 വോട്ടുകൾ എന്ന് പറയുന്നത് 25,000, 28,000, 30,000-ലേക്കൊക്കെ പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ട് പാർട്ടിയിലും വില്ലലുകൾ ഉണ്ടാകുമെങ്കിലും CPM-നെ ആയിരിക്കും കൂടുതലായി ബാധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും CPM-ന് അവിടെ ഉള്ള വോട്ട് എന്ന് പറയുന്നത് 60,000-ഓളം വോട്ടുകളുണ്ട്. അതിൽ നിന്നും 10,000 വോട്ടുകൾ മാറിപ്പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വോട്ട് തന്നെ വലിയ ഡിഫറൻസ് ഉണ്ടാവും. അത് BJP-യിലേക്കാണ് പോകുന്നത് എന്നാണ് കൂടുതൽ സൂചനകൾ നൽകുന്നതെങ്കിലും കുറെ വോട്ടുകൾ, അതായത് പാർട്ടിക്കുള്ളിലെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള ആ വോട്ടുകളെല്ലാം സുധാകരൻ പോകാൻ സാധ്യതയുമുണ്ട്. അതായത് BJP-ക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാം, സുധാകരൻ എന്ന് പറയുന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ BJP-യിലേക്ക് പോയേക്കാം എന്ന് പറയുന്ന പഴയ കാലം തൊട്ട് CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ച് സുധാകരനാണ് ശരി. അപ്പോൾ സ്വാഭാവികമായിട്ടും സുധാകരൻ വോട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ചില മാധ്യമങ്ങൾ പറയുന്നത് 5%-നും 6%-നും ഒക്കെ ആ ഒരു 6-7% വോട്ട് ഷെയർ സുധാകരന് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പ്രവചിക്കുന്ന, അതായത് ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകൾ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകൾ, ഒരുപാട് ചാനലുകളുണ്ട്, ഈ പ്രീ പോൾ സർവേകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അമ്പലപ്പുഴയിൽ പ്രതിപാദിക്കുന്നത്. ചിലത് കൃത്യമായിട്ട് ടൈറ്റ് ഫൈറ്റ് ആണ് അമ്പലപ്പുഴയിൽ നടക്കുന്നത് എന്നാണ് ചിലർ പ്രവചിക്കുന്നത്. പക്ഷെ ചിലർ പറയുന്നത് കൃത്യമായിട്ടുള്ള എഡ്ജ് അവിടെ സുധാകരൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ചിലർ പറയുന്നതോ അവിടെ LDF-നാണ് മുൻതൂക്കം, അത് ഇടതുപക്ഷമാണ്, LDF-നാണ് അവിടെ മുൻതൂക്കം, LDF വിജയിക്കാനാണ് സാധ്യത. ഇങ്ങനെയാണ് അതൊരു പഠനം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയാത്തൊരു മണ്ഡലമായിട്ട് അമ്പലപ്പുഴ മാറുന്നുണ്ട്. പക്ഷേ ഈ ഒരു വലിയൊരു കൊടുങ്കാറ്റാണ് വരുന്നതെങ്കിൽ ആ കൊടുങ്കാറ്റിൽ അമ്പലപ്പുഴയിൽ വൻ ഭൂരിപക്ഷത്തിലായിരിക്കും സുധാകരൻ വിജയിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവ് എന്താണെങ്കിലും അമ്പലപ്പുഴയിൽ പ്രതിഫലിക്കും. കാരണം സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരനായിട്ടുള്ള നേതാവ് ഇന്ന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ വോട്ട് തേടി വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് സെറ്റിൽമെന്റുകൾ അവിടെ നടക്കുന്നുണ്ട്. ആ സെറ്റിൽമെന്റിലൊന്നും വീഴാതെ സുധാകരന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ട് അവിടെ വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ജനങ്ങൾ നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റമായിരിക്കും. അവിടെ കോൺഗ്രസിന്റെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ടാണ് സുധാകരന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല രാഹുൽ, അതായത് ഈ പറയുന്ന അവരുടെ സലാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരിക്കലും സുധാകരന്റെ എതിരാളിയല്ല എന്ന് അവിടുത്തുകാർക്ക് എപ്പോഴും വിധിയെടുക്കാൻ കഴിയും. കാര്യം അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ഈ സലാം എന്ന് പറയുന്നത്. സലാം അവരെല്ലാം സുധാകരൻ സാറാണ്. ഒരിക്കലും സുധാകരൻ ഒരു ബഹുമാനം കിട്ടാത്ത വ്യക്തിയല്ല. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു വെച്ചാൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ വലിയ നേതാവ്, മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ സുധാകരനെ പോലെ ഒരു CPM-ലെ അല്ലെങ്കിൽ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് മുഖം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ വോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു വളരെ വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും എത്തുന്നതിന് മുന്നേ സ്ഥാനാർത്ഥി ഇപ്പോൾ ആലപ്പുഴ എടുക്കുമ്പോൾ ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം ഒരു കോൺഗ്രസ് വേദിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സുധാകരൻ വേദി പങ്കിടുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുറിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഏട് കൂടിയാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. സുധാകരൻ എന്ന് പറയുന്ന അധികായൻ
ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നമുക്കറിയാം ഭുവനേശ്വറിന്റെ രക്തസാക്ഷിത്വമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമ്പലപ്പുഴയിൽ നടക്കുന്ന ചർച്ചകളാണെങ്കിലും ഇതെല്ലാം CPM-നെ സംബന്ധിച്ച് CPM കൃത്യമായിട്ട് ഏത് വിധേനയും വോട്ട് വാങ്ങി വിജയിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ വീട്ടിൽ പോയി വോട്ട് ചോദിച്ചത് അതേ മാതൃകയിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ജനങ്ങളാണ് വിധി എഴുതുന്നത്.